എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, കാന്താര, തലവര, ബൾട്ടി തുടങ്ങി ഒരുപാട് സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണിത്. നല്ല അഭിപ്രായമാണ് പെറ്റ് ഡിറ്റക്റ്റീവിന് ലഭിച്ചത്. നല്ലൊരു കോമഡി ഹൊറർ മൂവിയാണിത്. ഷറഫുദ്ദീനാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മധുരം, ജീവ, മൃതബിന്ദു എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ബേസിൽ, വിനയ് ഫോർട്ട്, ലാൽ തുടങ്ങി ഒരുപാട് പേര് ഈ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈനപ്ലയിലാണ് മധുരം, ജീവ, മൃതബിന്ദു എന്ന സീരീസ് വരുന്നത്. ഒക്ടോബർ മാസം 31-നാണ് സീരീസിൻ്റെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ, നവ്യ നായർ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പാതിരാത്രി ഫ്ലോപ്പായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ മാസം ലാസ്റ്റിലാണ് പാതിരാത്രിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇഡ്ലിക്കട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇഡ്ലിക്കട. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. ഇഡ്ലിക്കട ഫ്ലോപ്പായി. നിത്യ മേനോനാണ് സിനിമയിലെ നായിക. ഇപ്പോൾ ഇതാ ഒക്ടോബർ മാസം 29-ന് നെറ്റ്ഫ്ലിക്സിലാണ് ഇഡ്ലിക്കടയുടെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് സിനിമ വരും. മലയാളം ഭാഷയിലും ഇഡ്ലിക്കട OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. GV പ്രകാശാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ സൺനെസ്റ്റിൽ ഒക്ടോബർ മാസം 30-നാണ് ബ്ലാക്ക് മെയിലിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസായത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഡൊമിനിക്. ഇതുവരെ സിനിമയുടെ OTT വന്നിട്ടില്ല. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. ഇപ്പോൾ ഇതാ മനോരമ മാക്സിൽ സിനിമ റിലീസിനായി ഒരുങ്ങുകയാണ്. മനോരമയും ആമസോൺ പ്രൈമുമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ഡൊമിനിക് OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റിപ്പോർട്ടാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈനികത്തിൻ്റെ നല്ലൊരു ആക്ഷൻ മൂവി. ബൾട്ടി സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാക്കും. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ബൾട്ടി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് തലവരയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. അർജുൻ അശോകനാണ് തലവര സിനിമയിലെ നായകൻ. നല്ലൊരു മെസ്സേജാണ് തലവര സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിൽ തലവര സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നവംബർ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും തലവര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാലങ്ങളായി ബാന്ദ്രയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു. തമന്ന മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാന്ദ്ര തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ദിലീപിൻ്റെ നല്ല ഹൈപ്പുള്ള സിനിമയായിരുന്നു ബാന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നവംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി ബാന്ദ്ര സിനിമ OTTയിലെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 700 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് കാന്താര. ഋഷഭ് ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമായതുകൊണ്ട് സിനിമ ഹിറ്റാവുകയും ചെയ്തു. ഇപ്പോൾ ഇതാ കാന്താര സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് കാന്താര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസം 31-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. മലയാളം ഭാഷയിലും കാന്താര 2 നമുക്ക് ഒക്ടോബർ മാസത്തിൽ കാണാൻ സാധിക്കും. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ലോക. ഓണത്തിനിറങ്ങിയ സിനിമ തിയേറ്ററുകളിൽ ഒരുപാട് കാലം നീണ്ടുനിന്നു. അത്രയ്ക്കും ഹിറ്റായിരുന്നു ലോക. ഇപ്പോൾ ഇതാ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നസ്ലിൻ, കല്യാണി, ടോനോ തോമസ്, ദുൽഖർ തുടങ്ങി ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് ലോക. ജിയോ ഹോട്ട്സ്റ്റാറാണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ലോക സിനിമ തിയേറ്ററിൽ കണ്ടാലും OTTയിൽ കാണാൻ ആരാധകർ നോക്കിയിരിക്കുകയാണ്. 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 300 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്.
ജിയോ ഹോട്ട്സ്റ്റാറാണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 31-നാണ് ലോക സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. 7 ഭാഷയിലായിട്ടാണ് ലോക സിനിമ വരുന്നത്. അതുകൊണ്ട് ഹോട്ട്സ്റ്റാറിൽ സിനിമ ഹിറ്റാവുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.